ഞാനും എൻ്റെ മക്കളുമായി പിസ ടവർ കാണാൻ വന്നതാണ്. ഈ പച്ച പുൽത്തകിടിനെ സ്ക്വയർ ഓഫ് മിറാക്കിൾ എന്നാണ് പറയുന്നത്. ഈ കാണുന്ന ചർച്ച് മാമോദിസ നടത്തുന്ന ഒരു ചർച്ചാണ്. അതിൻ്റെ പേര് സെൻറ്റ് ജോൺ ബാപ്റ്റിസ്റ്റ് ചർച്ച് എന്നാണ്. ഇത് യോഹന്നാൻ പുണ്യാളന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തൊരു ചർച്ചാണ്. എൻ്റെ ഏറ്റവും സന്തോഷം തോന്നിയൊരു നിമിഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇടവപ്പള്ളിയുടെ പേര് സെൻറ്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ചർച്ച് എന്നാണ്. യോഹന്നാൻ പുണ്യാളൻ അവിടുത്തെ മാധ്യസ്ഥൻ. അപ്പോൾ ഒരു സ്പെഷ്യൽ സന്തോഷം ഞങ്ങൾക്ക് മൂന്നുപേർക്കും കിട്ടി. എന്തായാലും ഈ കാണുന്നതാണ് പിസ കത്തീഡ്രൽ, അതിമനോഹരമായ കത്തീഡ്രൽ. അതിൻ്റെ പിറകിലായിട്ടാണ് പിസ ടവർ. ഞങ്ങൾ ഈ മിറാക്കിൾ സ്ക്വയറിൽ കുറച്ച് നേരം ഇരുന്ന് ഒത്തിരി മനസ്സിന് സന്തോഷം കിട്ടിയായിരുന്നു. മാനസികമായിട്ടും പ്രാർത്ഥനാപരമായിട്ടും ഒക്കെ ഒത്തിരി മനസ്സിന് ഒത്തിരി സന്തോഷം തോന്നിയൊരിടമാണ്. തീർച്ചയായിട്ടും നമുക്കിങ്ങനെയൊക്കെ ഒരു അവസരം വന്ന് പാഴാക്കരുത്, പോയി കാണണം, ആസ്വദിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പിസ ടവറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ പള്ളിയിലേക്ക് അടിക്കുന്ന മണിയുണ്ടല്ലോ, പള്ളിമണി അടിക്കും, അതിനു വേണ്ടി പണിതതാണ്. പക്ഷേ അതിന് ടവറിനൊരു ചരിവ് വന്നതുകൊണ്ടാണ് അത് ഇത്ര പ്രസിദ്ധമായത്. ഞാൻ പറയണതാണ്, ഇത്ര മനോഹരമായ പള്ളിയും കൊത്തുപണികളൊക്കെ പണ്ടത്തെ ആൾക്കാർ ഇത്ര മനോഹരമായിട്ട് ചെയ്തെങ്കിൽ നമ്മുടെ ഇന്നത്തെ കാലത്ത് എത്ര മനോഹരമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ അങ്ങനെയൊക്കെ ആകണമെന്ന് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും പണ്ടത്തെ ആൾക്കാർ ഒത്തിരി പള്ളി സംബന്ധമായിട്ട കാര്യങ്ങൾക്ക് വേണ്ടി അവരൊത്തിരി ദേവാലയം, അത് ഏത് ദേവാലയമാകട്ടെ, ഏത് പ്രാർത്ഥനാ സ്ഥലമാകട്ടെ, അത് ഭംഗിയാക്കാനാണ് അവർ പരിശ്രമിച്ചത്. നമ്മളിലും അങ്ങനെയുള്ള ചിന്ത വളരണം. പിസ ടവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 57 മീറ്റർ നീളവും വെള്ള മാർബിൾ പണിതതാണ്. ഇതിൻ്റെ മുകളിലെ മണി, നമ്മുടെ പള്ളിയിലൊക്കെ കാണുന്ന മണിയാണ് ഇതിൻ്റെ മുകളിൽ കാണുന്നത്. ഈ ടവറിന് 8 നിലകളുണ്ട്. 8ാമത്തെ നിലയിലാണ് ബെൽ ടവർ സ്ഥിതി ചെയ്യുന്നത്. എന്നും നിറയെ ടൂറിസ്റ്റുകൾ വന്നു പോയിക്കൊണ്ടിരിക്കണം. നമുക്ക് കാണേണ്ട കാഴ്ചയാണ് തീർച്ചയായിട്ടും. ഇത് പിസ ടവറിൻ്റെ അടുത്തുള്ളൊരു സ്ട്രീറ്റാണ്. ഇതിൽ ഒത്തിരി റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇതിൻ്റെ അകത്തും പുറത്തുനിന്ന് ആൾക്കാർ ഫുഡ് കഴിക്കുന്നു. പിന്നെ ഷോപ്പിംഗ് ഒക്കെ നമുക്ക് നടത്താം. വളരെ സ്നേഹമുള്ള ആൾക്കാരാണ്. ഞങ്ങളെ സ്നേഹത്തോട് വിഷ് ചെയ്തു.